ഇതാണ് നിഞ്ച സ്ട്രാപ്പിംഗ് ഡോൾ. ഡിങ് ഡിങ്. ബുദ്ധിമുട്ടുള്ളപ്പോൾ കമാൻഡോ കൂടി, ബുദ്ധിമുട്ടുള്ളപ്പോൾ കമാൻഡോ കൂടി, ബുദ്ധിമുട്ടുള്ള. കലക്കി കുട്ടികളെ, ഇങ്ങനെ തന്നെയാ ചെയ്യേണ്ടത്. ഹാൻഡ്മെയ്ഡ് സാധനങ്ങളുടെ ബസാറോ? ഹാൻഡ്മെയ്ഡ് സാധനങ്ങളുടെ ചന്ത നാളെ തുടങ്ങുകയാണത്രേ. അതിനുള്ള അറേഞ്ച്മെന്റ്സ് എവിടെ നടക്കുന്നത് ഷിൻഷോ? വെള്ളിട്ട് നമുക്ക് അകത്ത് ചെന്ന് നോക്കിട്ട് വരാനേ. അതിന്റെ ഒന്നും ആവശ്യമില്ല. നമ്മൾ അകത്തേക്ക് ചെല്ലുകയാണെങ്കിൽ അവിടെ പണിയെടുക്കുന്നവർക്കൊക്കെ ചിലപ്പോ ദേഷ്യം പിടിക്കുകയായിരിക്കും. മാത്രമല്ല നമുക്ക് പ്രാക്ടീസ് ചെയ്യാനുള്ളതല്ലേ. നീ പറഞ്ഞു ശരിയോ? കൊള്ളാലോ, നീ എത്ര മനോഹരമായ പാവയാ ഉണ്ടാക്കിയിരിക്കുന്നത് യുമിക്കോ. ഇതിനെ കാണാൻ നിന്നെ പോലെ ക്യൂട്ടാണ്. ഒന്ന് മതിയാക്കാമാരാ. വാവ്, നീ ഈ ഭൂമിയൊന്ന് നോക്കിക്കേ. ഇത് വളരെ ഭംഗിയും വ്യത്യസ്തവുമായിരിക്കുന്നു. ഇതൊരു സ്പെഷ്യൽ ബൊമ്മയാണ് അമാര. നമ്മളുടെ രണ്ടുപേരുടെ ചിന്ത ഒരുപോലെ കണ്ടില്ലേ? ശരിക്കും ഇതൊരു സ്പെഷ്യലാണ്. ഈ ബൊമ്മയെ ഉണ്ടാക്കിയത് ആരാണ് അമാര? അത് ഞാൻ തന്നെ കൈകൊണ്ട് ഉണ്ടാക്കിയതാണ് യുമിക്കോ. സത്യാണോ? ഇതറിയാതെ ഞാനങ്ങ് ഒരുപാട് അഭിനന്ദിച്ചല്ലോ. ഇത് ശരിക്കും നീ തന്നെ ഉണ്ടാക്കിയതാണോ? നല്ല ഭംഗിയുള്ള ബൊമ്മ ഉണ്ടാക്കിയത് അല്ലേ അമാര? അതെ, നീ പറയുന്നത് ശരിയാണ്. ഇത് ശരിക്കും ഒരു സ്റ്റഫ്ഡ് ഗൊറിലെ പോലെ തന്നെയുണ്ട്. അല്ല, ഇത് ഗൊറില്ല അല്ല. ഇത് ഗൊറില്ലയുടെ ആമയുടെ മിക്സ്ചറാ. ഗൊറില്ലയുടെ ആമയുടെ മിക്സ്ചറോ? നീ എന്താ തമാശ പറയാണോ? ഇതിനെ കാണുമ്പോഴേ അറിയാലോ ഗൊറില്ലയാണെന്ന്. എന്നിട്ട് ആമയെ മിക്സ് ചെയ്തിരിക്കുന്നെന്ന് പറയുന്നു. ഞാൻ തമാശയല്ല പറയുന്നത് ഹമാര. ഇത് ഉണ്ടാക്കിയത് ഞാനല്ലേ, അപ്പൊ ഇതിനെ കുറിച്ച് എനിക്കേ അറിയൂ. ആയിക്കോട്ടെ, നീ പറയുന്നത് കൊണ്ട് ചിലപ്പോ ഇതിൽ ആമയും ഉണ്ടായിരിക്കാം. പക്ഷെ മൊത്തത്തിൽ ഇത് കാണാൻ ഗൊറിലെ പോലെയുള്ളത്. എന്നോട് ക്ഷമിക്കനിച്ചി, നിന്നെ വേദനിപ്പിക്കാനല്ല പറഞ്ഞു. നീ എന്തിനാ മാപ്പ് ചോദിക്കുന്നത്? തെറ്റ് നിന്റെ അല്ലല്ലോ. ഗൊറിലെ എന്ന് പറയാതെ കെനിച്ചി എന്ന് പറയാൻ പറ്റുമോ? നീ വരൂ യുമിക്കോ, വരൂ. ഈ ഹമാരിക്ക് വേറെ പണിയില്ല. എപ്പൊ നോക്കിയാലും അവളുടെ പുറകെ തന്നെയാ. ഇതെങ്ങനെയുണ്ടെന്ന് പറ. ഇത് ഞാൻ ചെയ്തതാ, അതും എന്റെ കൈ കൊണ്ട്. കൊതുകെ, ധൈര്യം ഉണ്ടെങ്കിൽ എന്റെ മുൻപിൽ വരൂ. പിന്നീട് നീ ജീവനോട് തിരിച്ചു പോവില്ലെന്ന് മാത്രം. എടാ കൊതുകെ, നീ ഇവിടെയുണ്ടോ? ആഹാ, ക്ഷമിക്കണേ, നിനക്കൊന്നും പറ്റിയില്ലല്ലോ. കൊതുക് പറന്നു പോയെന്നാ തോന്നുന്നേ. ഇല്ലെങ്കിൽ ഉറപ്പായിട്ട് ഇതിൽ കുടുങ്ങിയിരുന്നേനെ. സത്യമിക്കോ, ഈ ഹമാര വേണമെന്ന് വെച്ച് തന്നെയാ എന്നെ അടിച്ചത്. നീ എന്താ കെനിച്ചി ഈ പേടിപ്പിക്കുന്ന ഗൊറില്ല എന്ന ആമയെ കയ്യിൽ വെച്ചിരിക്കുന്നത്? ഇനി ഇങ്ങനെയൊന്നും സംസാരിച്ചു പോകരുത്. ഞാൻ ചെന്ന് ഇതിനെ ഭംഗിയാക്കി കൊണ്ടുവരാൻ പോവാ. കെനിച്ചി, അത് ഗൊറില്ല ആയാലെന്താ ആമയായാലെന്താ, രണ്ടും ചേർന്ന് മിക്സ് അല്ലേ. അതുകൊണ്ട് ഗോ എന്ന് വിളിക്കാം. നീ എന്ത് വേണമെങ്കിലും പറഞ്ഞോ, എന്നെ കൺഫ്യൂസ് ചെയ്യാൻ നോക്കണ്ട. അത് നിന്റെ കയ്യിൽ ഉണ്ടെങ്കിലല്ലേ നീ അങ്ങനെയൊക്കെ ചെയ്യോ? നിനക്ക് എന്തുമാത്രം വിഷമമുണ്ടെന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. എന്റെ വിഷമം ആർക്കും മനസ്സിലാവില്ല. ഹത്തോടെ ആ ഹമാരെ ഒരു നല്ല പാഠം പഠിപ്പിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. പ്ലീസ് ഒരു വഴി പറഞ്ഞതാ. ഡിങ് ഡിങ്. നീ വിഷമിക്കണ്ട, നമുക്കൊരു നിഞ്ച സ്ട്രാപ്പിംഗ് ഡോൾ ഉണ്ടാക്കാം. എന്റെ നിഞ്ച സ്ട്രാപ്പിംഗ് ഡോളോ? അതേ കെനിച്ചി, അതിനാവശ്യമുള്ളത് എന്തൊക്കെയാണെന്ന് ഞാൻ പറയാം. നീ അത് മാത്രം എനിക്ക് കൊണ്ടുവന്ന് തന്നാ മതി. ഓക്കെ? കാക്ടസ് എവിടെയാ ഉള്ളത്? ഇവിടെയുണ്ട്. എവിടെയാണ്? ആദ്യം കിട്ടിപ്പോയി. മാവും മുളക് പൊടിയും ഉപ്പ് ഇതാ ഇവിടെ ഉണ്ട്. ഹത്തോടി ഉണ്ടാക്കുന്ന ഡോള് നല്ല ടേസ്റ്റ് ആയിരിക്കുന്ന വിചാരിക്കുന്നത്. ഡിങ് 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 ഡിങ്. ഞാൻ ഉണ്ടാക്കാൻ പോന്നേന് ഇത് മതി. ഞാൻ എത്ര കഷ്ടപ്പെട്ട ബൊമ്മ ഉണ്ടാക്കിയെന്ന് അറിയോ ഹത്തോടി? നീ അത് പിച്ചിച്ചിന്തിയല്ലേ? നിനക്ക് ഹമാരെ നല്ല പാഠം പഠിപ്പിക്കണമെന്നില്ലേ? അതിനുവേണ്ടി അങ്ങനെയൊക്കെ ചെയ്യുന്നത്. ഇപ്പൊ നമ്മുടെ ലക്ഷ്യം അമാരെയാണ്. അതിനുള്ള കാര്യങ്ങളാ ഞാൻ ഈ ചെയ്യുന്നത്. ഇപ്പൊ ഈ സാധനങ്ങളെല്ലാം ഞാൻ ഇതിന്റെ അകത്ത് വെക്കാൻ പോവാണ്. ഡിങ് 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 ഡിങ്. ഇത് കണ്ടോ, ഇതാ തയ്യാറായിരിക്കുന്നു നിഞ്ച സ്ട്രാപ്പിംഗ് ഡോൾ. ഇതിലെന്താ ഇപ്പൊ വലിയ പ്രത്യേകത? കാണാൻ പഴയതുപോലെ തന്നെയുണ്ട്. അല്ലല്ലേ, മുമ്പേ കയറുണ്ടായിരുന്നല്ലോ. അതെ, ശരിയാണ്. നിഞ്ച സ്ട്രാപ്പിംഗ് ഡോളിന്റെ രഹസ്യം തന്നെ ഈ കയറിലാണുള്ളത്. ആ ഹമാര് ഉറപ്പായി ഈ കയർ വന്ന് വലിച്ചു നോക്കും. ആ കെനിച്ചി ഇതിൽ എന്ത് സ്പെഷ്യാലിറ്റി ചെയ്തിരിക്കുന്നു നോക്കട്ടെ. അത്രേ ഉള്ളൂ. ഇവനെ ഇങ്ങനെ വേണം ഒരു പാഠം പഠിപ്പിക്കാൻ. എന്തായിരിക്കും അമാരയുടെ അവസ്ഥ? നീ ഇത് കണ്ടില്ലേ? എന്റെ ബൊമ്മ എന്ത് ഭംഗിയാണെന്ന്. നിന്റെ പാവയെ എല്ലാവർക്കും ഇഷ്ടാവുന്ന തോന്നുന്നത്. ദേ കണ്ടില്ലേ, കെനിച്ചി വന്നിരിക്കുന്നു. ഇന്ന് ശരിക്കും നല്ല രസമായിരിക്കും. അല്ല, നീ ഇതിനെ ഭംഗിയാക്കി കൊണ്ടുവരുമെന്ന് പറഞ്ഞിട്ട് ഇന്നലത്തെ പോലെ തന്നെ ഉണ്ടല്ലോ. ഇനിയല്ലേ കളി തുടങ്ങുന്നത്. നിനക്കിത് വിൽക്കണമെങ്കിൽ എവിടെയെങ്കിലും ദൂരത്തിൽ തൂക്കിയിട്, എങ്കിലും ആരെങ്കിലും ഇത് മേടിക്കാൻ വരുള്ളൂ. നീ അതൊന്ന് വലിച്ചു നോക്കാമാരാ. അപ്പൊ കിട്ടു നിനക്ക്. വരൂ യുമിക്കോ, നമുക്കിത് കണ്ടത് മതി. നമുക്ക് വേറെ സ്റ്റോളിലേക്ക് പോവാം. വരൂ. അമാര, ആ ബൊമ്മയൊന്ന് ശ്രദ്ധിച്ചു നോക്കിക്കൂടെ? ആ ബൊമ്മനൊരു ചേഞ്ച് ഉണ്ടെന്നേ. അതെയോ? ദേ അവിടെ ഒരു കയറുണ്ട്. യുമിക്കോ, ആ കയർ നീ തുടരുത്. പക്ഷെ എന്തുകൊണ്ട്? അല്ലാതെ പിന്നെ അത് എന്തുകൊണ്ടാന്ന് വെച്ചാ ആ കയറിനകത്ത് എന്തോ ഒരു രഹസ്യമുണ്ട്. അത് കണ്ടുപിടിച്ചേ പറ്റൂ. ശരി, എന്താണെന്ന് നോക്കിക്കളയാം.
ആ സ്റ്റുഡൻസ് എല്ലാവരും ഇങ്ങോട്ട് വരൂ. സാറേ നിങ്ങളോ? ചന്ത കാണാൻ വേണ്ടി ഒരുപാട് പേര് വരുന്നുണ്ട്. അതുകൊണ്ട് ഓർഗനൈസേഷനിൽ പോയി ഹെൽപ്പ് ചെയ്യൂ. അതെ സാറേ, ഒരു മിനിറ്റ് നിൽക്കണേ. പറ എന്താ? സാറേ, നിങ്ങൾക്ക് ആ കയറുള്ള പാവയെ കാണുന്നുണ്ടോ? അതായത് എന്റെ പുറകിലുള്ള പാവ. ആ അത് വെറുതെ ഒന്നും തൂക്കിയിട്ടതല്ല, അതിനെ പിടിച്ച് വലിക്കണം സാറേ. ഹമാരയ്ക്ക് നമ്മുടെ പ്ലാൻ മനസ്സിലായെന്നാ തോന്നുന്നത്. ഇതല്ലേ വലിക്കാൻ? അത് തന്നെ സാറേ, അത് തന്നെ. അവരെ നീ ഒരു സംഭവം തന്നെ. ഇനി എന്താവോ? നീ പെട്ടു, അത്ര തന്നെ. എന്റെ അമ്മ. എനിക്ക് ശിക്ഷയും എനിക്ക് എൻജോയ്മെന്റും. ഹമാര, നീ വേണമെന്ന് പറഞ്ഞ് ചെയ്തതല്ലേ, നിനക്ക് ശിക്ഷ ഉറപ്പാ. സാറേ, ഞാനൊന്നും ചെയ്തില്ലല്ലോ, ഞാനല്ലല്ലോ അത് ചെയ്തത്. അപ്പൊ നമ്മൾ ആഗ്രഹിച്ച കാര്യമല്ലേ? വല്ല ആവശ്യം ഉണ്ടായിരുന്നോ? കെനിച്ചെ കൊടുക്കാൻ വേണ്ടി ഞാൻ പ്ലാൻ ചെയ്തിട്ട് അവസാനം ഞാൻ തന്നെ ആ കുഴിയിൽ വീണല്ലോ. ഹമാര, പറയൂ സാർ. മര്യാദക്ക് നേരെ നിൽക്ക. നിക്കാം. അതുകൊണ്ട് നമ്മൾ ആർക്കും അരുതാത്തത് ആലോചിക്കരുത്. അവസാനം നമ്മൾക്ക് കിട്ടും. ഡിങ് ഡിങ്.